അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ യാതൊരു നടപടിയുമില്ലാതെ മുന്നോട്ടു പോകുന്ന മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. അജിത് കുമാറിനെതിരെ നടപടിയെടുത്താൽ അത് RSSനെ വേദനിപ്പിക്കുമെന്നാണ് മാധ്യമങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ VD സതീശൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നോക്കാം. അഡീഷണൽ DGP അജിത് കുമാറിനെ മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞതോടുകൂടി LDFിലെ ഘടകകക്ഷികളെക്കാൾ ഈ സർക്കാരിൽ സ്വാധീനമുള്ളത് RSSനാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് വീണ്ടും. കാരണം ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. ഇത്രയും ഗുരുതരമായൊരു ആരോപണം RSS നേതാക്കളെ കണ്ട് ചർച്ച നടത്തിയെന്ന് ADGP സമ്മതിച്ചിട്ട് പോലും ഒരു വിശദീകരണം ചോദിക്കാനോ നടപടിയെടുക്കാനോ തയ്യാറായില്ല. അത് മാത്രമല്ല, പൂർണ്ണമായി സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം RSSും CPMും തമ്മിലുള്ള അവിശുദ്ധമായ ബാംഗവത്തിന്റെ ഏറ്റവും വലിയ തെളിവാണെന്നാണ്. കാരണം അജിത് കുമാറിനെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായി നടപടിയെടുത്താൽ അത് RSSനെ മുറിപ്പെടുത്തും അല്ലെങ്കിൽ വേദനിപ്പിക്കും എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. അജിത് കുമാറിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സത്യസന്ധനായ മറ്റൊരു ഉദ്യോഗസ്ഥൻ മലപ്പുറം SP ഇതുവരെയും ഒരു മോശം ട്രാക്ക് റെക്കോർഡുകളും ഇല്ലാത്ത, ഒരു അഴിമതി ആരോപണം പോലും ഇല്ലാത്ത സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു. ഭരണകക്ഷി MLA 10 ദിവസമായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. ആ ഭരണകക്ഷി MLAയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത്. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, എന്ത് മെസ്സേജാണ് നിങ്ങൾ പോലീസ് സേനയ്ക്ക് കൊടുക്കുന്നത്? എല്ലാ ആരോപണങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന RSS നേതാക്കളെ നിങ്ങൾക്ക് വേണ്ടി കണ്ടയാളെ നിങ്ങൾ സംരക്ഷിക്കുകയും സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണോ നിങ്ങൾ പോലീസ് സേനയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ്? അതാണ് പോലീസ് സേനയിലെ ഹയറാർക്കി മുഴുവൻ തകർക്കുന്നത്. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസിനെ ഏറാൻകൂലികളുടെ സംഘടനയാക്കി മാറ്റുകയാണ് പിണറായി വിജയന്റെ സർക്കാർ ചെയ്യുന്നതെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് LDFിലെ ഘടകകക്ഷികൾക്ക് ദശാബ്ദങ്ങളുടെ ബന്ധമാണ് CPMുമായിട്ടുള്ളത്. അവർ ഒന്നും പറയുന്നതിനോ അവരുടെ ആവശ്യങ്ങൾക്കോ യാതൊരു വിലയുമില്ല. CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ പുറത്തു പറഞ്ഞത് അവർ അകത്ത് ഈ വിഷയം പറഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ മറുപടിയാണ്. നിങ്ങളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലെന്നും ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്നുമാണ് ഇന്നലത്തെ യോഗത്തിൽ ഇടതുമുന്നണി നൽകിയത്. ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു LDF വിഷയം LDF യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഇന്നലെ ഇല്ലായിരുന്നു. ഇത് പറഞ്ഞത് യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഘടകകക്ഷി നേതാവാണ്. LDFിന്റെ അവസ്ഥ എന്തൊരു ദയനീയമാണ്. അതിലെ ഘടകകക്ഷികളുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. CPMന്റെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ തന്നെ ഏകാധിപത്യം ഘടകകക്ഷികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. താൻ പറയുന്നതെല്ലാം കേട്ടു നടക്കുന്ന ആളുകളോട് മുഖ്യമന്ത്രിക്ക് അസാധാരണമായ കരുതൽ കൂടിയാണ് ഉള്ളതെന്ന് ഈ വിഷയത്തിലൂടെ മനസ്സിലായിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. എന്തായാലും രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് ഇനി പുറത്തു വരാനുള്ളത് കണ്ടു തന്നെ അറിയാം.